എല്ലാവർക്കും നമസ്കാരം. സുധീഷ് പുന്നമൂട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ NCERT ടെക്സ്റ്റ് ബുക്ക് 5th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 8th ലെസൺ 8ാമത്തെ പാഠം നോബഡീസ് ഫ്രണ്ട് എന്ന പാഠഭാഗത്തിൻ്റെ വിശദീകരണവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ വരുന്നത്. നമുക്ക് പഠിക്കാം. നോബഡീസ് ഫ്രണ്ട്, ആരുടെയും സുഹൃത്തല്ല, ആരുടെയും ചങ്ങാതിയല്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. ഡു യു ലൈക്ക് മേക്കിംഗ് ഫ്രണ്ട്സ്? നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്ന ഒരു ഇഷ്ടം ഉണ്ടോ? സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് സൗഹൃദം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു ഷെയർ യുവർ തിങ്സ് വിത്ത് അതേഴ്സ്? നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ അതുപോലുള്ള പഠനോപകരണങ്ങൾ ഒക്കെ മറ്റ് കുട്ടികളുമായി, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഡു യു തിങ്ക് ദെയർ ഈസ് എനി ചൈൽഡ് ഹു ഹാസ് നോ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലാത്ത, കൂട്ടുകാരില്ലാത്ത ഏതെങ്കിലും ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? റീഡ് ഓൺ. നമുക്ക് മുൻപോട്ട് പഠിക്കാം. റീഡ് ആൻഡ് എൻജോയ്. ആദ്യം ഞാൻ ഒരു പ്രാവശ്യം ഈ പാഠഭാഗം വായിക്കാം. അതിനുശേഷം ഇതിൻ്റെ വിശദീകരണം പറഞ്ഞു തരാം. റീഡ് ആൻഡ് എൻജോയ്. ഷീ ഹാഡ് സം സ്വീറ്റ്സ് that she wouldn't share. She had a book that she wouldn't lend. She wouldn't let anyone play with her doll. She is nobody's friend. He had some toffee and ate every bit. He had a tricycle he wouldn't lend. He never let anyone play with his train. He is nobody's friend. But I'll share all of my sweets with you, my ball and my books and my games, and I will lend. Here is half my apple and half my cake. I am your friend. ഇനി ഈ പാഠഭാഗത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. She had some sweets that she wouldn't share. അവളുടെ കയ്യിൽ മിഠായിയുണ്ട്, പക്ഷേ അവൾ അത് ആരുമായി പങ്കുവയ്ക്കാൻ പങ്കുവയ്ക്കില്ല. She had a book that she wouldn't lend. അവളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, അത് അവൾ ആർക്കും കൊടുക്കില്ല. She wouldn't let anyone play with her doll. അവളുടെ കയ്യിൽ ഒരു പാവക്കുട്ടിയുണ്ട്, അതവൾ ആർക്കും കൊടുക്കില്ല. ഷീ ഈസ് നോബഡീസ് ഫ്രണ്ട്. അവൾ ആരുടെയും സുഹൃത്തല്ല. ഹീ ഹാഡ് സം ടോഫി ആൻഡ് എയ്റ്റ് എവറി ബിറ്റ്. അവൻ്റെ കയ്യിൽ മിഠായിയുണ്ട്, അവൻ അത് മുഴുവനും കഴിച്ചു. ഹീ ഹാഡ് എ ട്രൈസൈക്കിൾ ഹീ വുഡിൻ്റ് ലെൻഡ്. അവൻ്റെ കയ്യിൽ 3 വീലുള്ള ഒരു ട്രൈസൈക്കിളുണ്ട്, 3 വീലുള്ള സൈക്കിളുണ്ട്, അതിന് ട്രൈസൈക്കിൾ എന്നാണ് പേര്. അത് അവൻ ആർക്കും കളിക്കാൻ കൊടുക്കില്ല. ഹി നെവർ ലെറ്റ് എനി വൺ പ്ലേ വിത്ത് ഹിസ് ട്രെയിൻ. അവൻ്റെ കയ്യിലുള്ള ട്രെയിന് ആർക്കും കളിക്കാൻ അവൻ കൊടുക്കില്ല. ഹി ഈസ് നോബഡീസ് ഫ്രണ്ട്. അവൻ ആരുടെയും സുഹൃത്ത് അല്ല. 2 സ്വഭാവത്തിലുള്ള കുട്ടികളെ കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞു കഴിഞ്ഞു. ഇനി 3ാമത് മറ്റൊരു സ്വഭാവ സവിശേഷതയുള്ള കുട്ടിയെക്കുറിച്ച് പറയുകയാണ്. ബട്ട് ഐ വിൽ ഷെയർ ഓൾ ഓഫ് മൈ സ്വീറ്റ്സ് വിത്ത് യു. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് മിഠായിയുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് പങ്കുവെച്ച് തരാം. മൈ ബോൾ ആൻഡ് മൈ ബുക്സ് ആൻഡ് മൈ ഗെയിംസ് ഐ വിൽ ലെൻഡ്. എൻ്റെ പന്ത്, എൻ്റെ പുസ്തകങ്ങൾ, എൻ്റെ കളിപ്പാട്ടങ്ങൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം, കളിക്കാൻ തരാം. ഹിയർ ഈസ് ഹാഫ് മൈ ആപ്പിൾ
ആൻഡ് ഹാഫ് മൈ കേക്ക്. എൻ്റെ കയ്യിൽ ഒരു ആപ്പിളുണ്ട്, അതിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം. ആൻഡ് ഹാഫ് മൈ കേക്ക്, എൻ്റെ കയ്യിലെ കേക്കിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം. ഐ ആം യുവർ ഫ്രണ്ട്, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്, കൂട്ടുകാരിയാണ്, നിങ്ങളുടെ സുഹൃത്താണ്, ചങ്ങാതിയാണ്. 3 സ്വഭാവ സവിശേഷതകളുള്ള കുട്ടികളെ നമ്മൾ കണ്ടു. ആദ്യം പറഞ്ഞ 2 പേര് അവർ മറ്റുള്ളവരുമായിട്ട് ചങ്ങാത്തത്തിലായിരിക്കുവാൻ, സൗഹൃദത്തിലായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. കളിപ്പാട്ടമോ പുസ്തകമോ മിഠായിയോ ഒന്നും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 3ാമത് പറഞ്ഞ കുട്ടി എല്ലാവരുമായി ചങ്ങാത്തത്തിലായിരിക്കാൻ, സൗഹൃദത്തിലായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് നമ്മെ തന്നെ പരിശോധിക്കാനും പറ്റും. ഈ 3 വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏത് ഗ്രൂപ്പിലാണ് ഞാൻ വരുന്നത്, ഏത് കുട്ടിയുമായി ബന്ധമുള്ള, പൊരുത്തമുള്ള സ്വഭാവമാണ് എൻ്റേത് എന്ന് നമുക്ക് പരിശോധിക്കാനും കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് പോകാം. റീഡിംഗ് ഈസ് ഫൺ. വാട്ട് ആർ ദ തിങ്സ് ദ ഗേൾ ഡസ് നോട്ട് വാണ്ട് ടു ഷെയർ? എന്തൊക്കെ കാര്യങ്ങളാണ് പെൺകുട്ടി ഷെയർ ചെയ്യാൻ, പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്തത്? ദ ഗേൾ ഡസ് നോട്ട് വാണ്ട് ടു ഷെയർ ഹർ ബുക്ക്, സ്വീറ്റ്സ് ആൻഡ് ഡോൾ. പെൺകുട്ടി അവളുടെ പുസ്തകം, മിഠായി, പാവക്കുട്ടി ഇതൊന്നും പങ്കുവയ്ക്കുവാൻ തയ്യാറല്ല. ഡിഡ് ദ ബോയ് ഷെയർ ഹിസ് ടോഫി ആൻഡ് ട്രൈസൈക്കിൾ വിത്ത് അതേഴ്സ്? പദ്യഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ആൺകുട്ടി അവൻ്റെ മിഠായിയോ ട്രൈസൈക്കിളോ മറ്റ് കൂട്ടുകാരുമായി പങ്കുവെച്ചോ? നോ, ദ ബോയ് ഡിഡ് നോട്ട് ഷെയർ ഹിസ് ടോഫി ആൻഡ് ട്രൈസൈക്കിൾ വിത്ത് അതേഴ്സ്. ഇല്ല, പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആൺകുട്ടി അവൻ്റെ കയ്യിലുള്ള ടോഫിയോ ട്രൈസൈക്കിളോ മറ്റുള്ളവരുമായി പങ്കുവച്ചില്ല. വൈ ആർ ദ 2 ചിൽഡ്രൻ നോബഡീസ് ഫ്രണ്ട്സ്? എന്തുകൊണ്ടാണ് പാഠഭാഗത്ത് ആദ്യം പറഞ്ഞ 2 കുട്ടികൾ അവർ ആരുടെയും സുഹൃത്തുക്കളല്ലാത്തത്? ദ 2 ചിൽഡ്രൻ ആർ നോബഡീസ് ഫ്രണ്ട്സ് ബിക്കോസ് ദേ ഡു നോട്ട് ഷെയർ their things with anybody. പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആദ്യം പറഞ്ഞ 2 കുട്ടികൾ ആരുടെയും സുഹൃത്തുക്കളല്ല, കാരണം അവർ ആരുമായും അവരുടെ സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറല്ല. 4th question, what does the child in the last stanza want to share? അവസാനത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്ന കുട്ടി എന്താണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? The child in the last stanza wants to share his cake, games, ball, apple and books with others. അവസാന സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്ന കുട്ടി അവനോ അവളോ, അവൻ അല്ലെങ്കിൽ അവൾ അവളുടെ കേക്ക്, കളിപ്പാട്ടങ്ങൾ, പന്ത്, ആപ്പിൾ, പുസ്തകങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ലെറ്റ്സ് ടോക്ക്. ഡു യു ലൈക്ക് ടു ഷെയർ യുവർ ഫേവറേറ്റ് ഫുഡ് ഓർ ടോയ്സ് വിത്ത് അതേഴ്സ്? വൈ? നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങളുടെ പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയമുള്ള ആഹാര പദാർത്ഥങ്ങൾ, കളിപ്പാട്ടങ്ങളൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? യെസ്, ഐ ലൈക്ക് ടു ഷെയർ my favorite food and toys with others if they are my friends. എൻ്റെ കൂട്ടുകാരുമായി എനിക്കുള്ള ആഹാര പദാർത്ഥങ്ങൾ, കളിപ്പാട്ടങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ എനിക്ക് ഇഷ്ടമാണ്. Who is your best friend? Can you describe him or her? ആരാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി? അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് വിശദീകരിക്കാമോ? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേര് പറയാം. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേര് എഴുതി നിങ്ങൾക്ക് വിശദീകരിക്കാം. ഷെറിൽ ദാസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹീ ഈസ് എ ഗുഡ് ബോയ്.
ഹി ഈസ് എ ഗുഡ് ബോയ്. ഹി ലൈക്സ് ടു ഷെയർ എവറിത്തിങ് വിത്ത് മീ. വി ഈറ്റ് ആൻഡ് പ്ലേ ടുഗെദർ. ഷെറിൽദാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവനൊരു നല്ല കുട്ടിയാണ്. അവൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, ഞാനുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. വി ഈറ്റ് ആൻഡ് പ്ലേ ടുഗെദർ. ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിക്കും, ഒരുമിച്ച് കളിക്കും. സപ്പോസ് യു ആൻഡ് യുവർ ഫ്രണ്ട്സ് വർ വെരി തേഴ്സ്റ്റി ആൻഡ് ദെയർ വാസ് ഓൺലി 1 glass ഓഫ് വാട്ടർ. വാട്ട് വുഡ് യു ഡു? ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിട്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്, നല്ല ക്ഷീണമുണ്ട്, നല്ല ദാഹമുണ്ട്, വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ട്, വെള്ളമില്ല, 1 glass വെള്ളം മാത്രമേ ഉള്ളൂ. 1 glass വെള്ളം മാത്രം കിട്ടിയാൽ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? വാട്ട് വുഡ് യു ഡു? വി ഷാൽ ഡ്രിങ്ക് ഹാഫ് ഓഫ് എ ഗ്ലാസ് ഈച്ച്. അങ്ങനെ ഒരവസ്ഥ വന്നാൽ ഞങ്ങൾ പകുതി വീതം വെള്ളം കുടിക്കും. 1 glass വെള്ളം പകുതി ഞാനും പകുതി എൻ്റെ സുഹൃത്തുമായി കുടിക്കും. ഇഫ് യു ഹാഡ് എ ബാറ്റ് കുഡ് യു പ്ലേ ക്രിക്കറ്റ് ബൈ യുവർ സെൽഫ്? നിങ്ങളുടെ കയ്യിലൊരു ബാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് നിങ്ങൾ മാത്രമായിട്ട് കളിക്കുമോ? ആൻസർ നോ, ഐ കെൻ നോട്ട് പ്ലേ ക്രിക്കറ്റ് ബൈ മൈ സെൽഫ്. ഇല്ല, എൻ്റെ കയ്യിലുള്ള ബാറ്റ് ഉപയോഗിച്ച് എനിക്ക് മാത്രമായിട്ട് കളിക്കാൻ പറ്റില്ല. ഐ മസ്റ്റ് ഹാവ് സം ഫ്രണ്ട്സ് ടു പ്ലേ വിത്ത്. ക്രിക്കറ്റ് കളിക്കാൻ കുറച്ച് കൂട്ടുകാരുടെ സഹായം വേണം. കുറച്ച് കൂട്ടുകാർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിക്കറ്റ് കളിക്കാൻ പറ്റൂ. നെക്സ്റ്റ്, വേർഡ് ബിൽഡിംഗ്. ക്യാൻ യു ഫൈൻഡ് മോർ വേർഡ്സ് എൻഡിങ് വിത്ത് LESS? ലെസ് കൊണ്ട് അവസാനിക്കുന്ന ചില വാക്കുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 2 വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്, ഫ്രണ്ട്ലെസ്, ഹോംലെസ്. 3 വാക്കുകൾ എഴുതാനുള്ള സ്ഥലവും വിട്ടിട്ടുണ്ട്. അപ്പോൾ 3 വാക്കുകൾ നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. ഫ്രണ്ട്ലെസ്, ഹോംലെസ്സിൻ്റെ കൂടെ എഴുതാൻ പറ്റിയ മറ്റു വാക്കുകളാണ് കെയർലെസ്, ഹോപ്പ്ലെസ്, വയർലെസ്, മദർലെസ്. ഒരിക്കൽ കൂടി, കെയർലെസ്, ഹോപ്പ്ലെസ്, വയർലെസ്, മദർലെസ്. ക്യാൻ യു റൈറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ലെൻഡ്? ലെൻഡിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് എഴുതാനുള്ളത്. ലെൻഡ് എന്ന് പറയുന്നത് കടം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കുറേ സമയത്തേക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക, ലെൻഡാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ബോറോ എന്നാണ്. ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക. ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക, ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക. നോബഡിയുടെ ഓപ്പോസിറ്റ് സംബഡി. നോബഡി ഓപ്പോസിറ്റ് സംബഡി. നെക്സ്റ്റ് വൺ, വാട്ട് ആർ നോ വേർഡ്സ്? നോ വേർഡ്സ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സെവറൽ വേർഡ്സ് മീൻ നോ. ഒരുപാട് വാക്കുകൾ അങ്ങനെ നെഗറ്റീവ് അർത്ഥമുള്ള നോ എന്ന് പറയുന്ന വാക്കുകളുണ്ട്. ദ വേർഡ് നെവർ ഈസ് വൺ. നെവർ എന്ന് പറയുന്ന വാക്ക് അത്തരത്തിലൊരു വാക്കാണ്. ഇറ്റ് മീൻസ് അറ്റ് നോ ടൈം ഓർ നോട്ട് എവർ. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല എന്ന ഒരർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് മീൻസ് നോ ടൈം ഓർ നോട്ട് എവർ. ഹിയർ ആർ സം അതർ നോ വേർഡ്സ്, റീഡ് ദം. ഇവിടെ കുറച്ച് നോ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. നോബഡി, നോ, നോവെയർ, നോ വൺ, നൺ, നത്തിങ്. റീഡ് ദ ഗിവൺ സെൻറ്റൻസസ് ആൻഡ് അണ്ടർലൈൻ ദ നോ വേർഡ് ഇൻ ഈച്ച്. താഴെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നോ വേർഡ് അണ്ടർലൈൻ ചെയ്യണം. നോബഡി ഈസ് അറ്റ് ഹോം. നോബഡി അണ്ടർലൈൻ ചെയ്യാം. റാം ഹാസ് നോ ബുക്ക്. നോ അണ്ടർലൈൻ ചെയ്യാം. ക്യാൻ നോ വൺ ഹെൽപ്പ് ഹിം. നോ അണ്ടർലൈൻ ചെയ്യാം. വോസ് ഗോപാൽ നോ വെയർ അറൗണ്ട്. നോ വെയർ അണ്ടർലൈൻ ചെയ്യാം. നൺ ഓഫ് ദ 2 boys കെയിം. നൺ അണ്ടർലൈൻ ചെയ്യാം. ദെയർ ഈസ് നത്തിങ് ടു ഡു. നത്തിങ് അണ്ടർലൈൻ ചെയ്യാം. ഐ ഹാവ് നോ കോട്ട്. നോ അണ്ടർലൈൻ ചെയ്യാം. നമുക്ക് സേ എ ലൗഡ് എന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതിനു മുമ്പ് അണ്ടർലൈൻ നോ വേർഡ്സിൽ ഒരെണ്ണം കൂടിയുണ്ട്. രാധ ഈസ് നെവർ ലേറ്റ്.
നെവർ അണ്ടർലൈൻ ചെയ്യാം. ഇനി സേ എലൗഡ് എന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഉച്ചാരണം ശരിയാക്കാൻ വേണ്ടിയിട്ട്, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന കുറച്ച് വാക്കുകളാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നോബഡി, എവരിബഡി, സംബഡി, സൈക്കിൾ, ബൈസൈക്കിൾ, ട്രൈസൈക്കിൾ, ഷെയർ, കെയർ, സ്റ്റെയർ, ഹെയർ, പെയർ, സ്റ്റെയർ. വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,